കഴിച്ചിട്ട് കിടക്കാവേ കാശിയേട്ടാ പറഞ്ഞുകൊണ്ട് ഒരു കൈയിൽ കഴിക്കാനുള്ളതെടുത്ത് പ്ലേറ്റും മറുകൈയിൽ ഗ്ലാസ്സിൽ ചൂടുവെള്ളവുമായി അപ്പു മുറിയിലേക്ക് കയറി വന്നു. മുന്നിലെ വാതിലടച്ച് കുറ്റിയിട്ടോ അപ്പു? ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന കാശി ഒന്നുകൂടെ നിവർന്നിരുന്നു കൊണ്ട് തിരക്കി. അമലേട്ടനൊക്കെ പോയപ്പോൾ അടച്ചല്ലോ കാശിയേട്ടാ, ഇനി കഴിക്ക്. അവനോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇഡലിയും ചമ്മന്തിയും കൂട്ടിക്കുഴച്ച് അവന് നേരെ നീട്ടി. ആദ്യം എൻ്റെ അപ്പൂട്ടൻ കഴിക്ക്, ഇന്നലെ രാത്രി നേരെ ചൊവ്വെ ഒന്നും കഴിച്ചില്ലല്ലോ. ആ കൈ പിടിച്ച് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു കാശി. പിന്നെ ഇരുവരും ഒരുമിച്ചായി കഴിപ്പ്. ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വന്നിട്ട് കിടക്കാൻ സഹായിക്കാമേ കാശിയേട്ടാ. ഇരുവരും കഴിച്ച് കാശിക്ക് മരുന്നും കൊടുത്തിട്ട് അപ്പു പാത്രങ്ങളൊക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ കിടന്നാൽ മതി അപ്പു, നിന്റെ ഫോൺ ഇങ്ങെടുത്ത് തന്നെ, അഭിയൊന്ന് വിളിക്കട്ടെ, എൻ്റെ ഫോണിൻ്റെ അവസ്ഥ എന്തായെന്ന് ചോദിക്കട്ടെ. കാശി പറഞ്ഞതും അപ്പു ഫോൺ അവനെ ഏൽപ്പിച്ചു പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോയി. അഭിച്ചേട്ടൻ എന്തു പറഞ്ഞു കാശിയേട്ടാ? ഫോൺ ശരിയാക്കാൻ പറ്റുമോ? ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന പെണ്ണ് തിരക്കി. ശരിയാക്കാമെന്ന്, ഡിസ്പ്ലേ പോയതാണ്. വൈകിട്ട് അവൻ വരുമ്പോൾ ശരിയാക്കി കൊണ്ടുവരും. മുടിയൊക്കെ വിടർത്തിയിട്ട് കണ്ണാടിയിൽ നോക്കി സിന്ദൂരം തൊടുന്നവളെ നോക്കി ചെറുചിരിയോടെ പറഞ്ഞു കാശി. ഇപ്പോൾ വേദനയുണ്ടോ കാശിയോട്ടാ? തലമുടി ഒന്ന് ഒതുക്കി വെച്ചു അവൻ്റെ അരികിൽ ബെഡിൽ വന്നിരുന്നു കൊണ്ട് അപ്പു ചോദിച്ചു. ഇന്നലത്തെ അത്രയും ഇല്ല അപ്പു, ഇതിപ്പോൾ സഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആകെ ഒരു അസ്വസ്ഥതയുണ്ട്, ഒന്ന് കുളിക്കാനൊക്കെ തോന്നുന്നു പറഞ്ഞുകൊണ്ട് അവളുടെ വലത് കൈ പിടിച്ചെടുത്ത് നെഞ്ചോട് ചേർത്തു കാശി. ഇന്ന് കുളിക്കണ്ട, ഇന്നലെ രാത്രി നന്നേ പനിച്ചു, കുറച്ച് കഴിഞ്ഞ് ഞാൻ ദേഹമൊക്കെ തുടച്ചു തരാം. അവൻ്റെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് അപ്പു മെല്ലെ പറഞ്ഞു. തുടയ്ക്കുകയൊന്നും വേണ്ട, അമൽ വന്നിട്ട് കാലും തലയും നനയ്ക്കാതെ ഞാൻ മേല് കഴുകിക്കോളാം. അവൾ തുടച്ചു തരാമെന്ന് പറഞ്ഞത് കേട്ട് ഒരു വല്ലായ്മയിൽ കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. അതെ കാശി മോൻ, അപ്പുവിനെ ഒന്ന് നോക്കിക്കേ. അവൻ്റെ മുഖത്തിന് നേരെ ആഞ്ഞിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. കാശി മോനോ? എനിക്കിത്തിരി വൈകായി വന്നപ്പോൾ നിന്റെ ബഹുമാനവും പേടിയുമൊക്കെ എവിടെ പോയടി? കണ്ണുരുട്ടിക്കൊണ്ട് കാശി തിരക്കി. അതില്ലേ കാശിയേട്ടാ, എൻ്റെ ബഹുമാനമൊന്നും കുറഞ്ഞിട്ടില്ല, അത് കൂടിയിട്ടേ ഉള്ളേ. പിന്നെ മോനെ എന്ന് വിളിച്ചത് ഇന്നാൾ അമ്മമ്മ പറഞ്ഞല്ലോ കാശിയേട്ടനെ ഞാനൊരു അമ്മയെപ്പോലെ കൂടെ നോക്കണമെന്ന്. പിന്നിലേക്ക് അല്പം നീക്കിയിരുന്ന് നഖം കടിച്ചുകൊണ്ട് പെണ്ണവനെ ഒളി കണ്ടിട്ട് നോക്കി. നീ ഇപ്പോൾ എൻ്റെ അമ്മയാവാൻ നോക്കിയതാണോടി? കാശി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ആ അതെ, എൻ്റെ കാശിമോന് വയ്യല്ലോ, വീണതാണ്, ഇപ്പോൾ പനിയും കൂടെ പിടിച്ചു. പാവം അപ്പു. അമ്മ കുഞ്ഞിനെ കൊഞ്ചിച്ചു കുളിപ്പിക്കും, പിന്നെ കഥ പറഞ്ഞ് മാമൻ തരും, താരാട്ട് പാടി ഉറക്കും. ചിരി അടക്കി പിടിച്ചു കുനിഞ്ഞു അവൻ്റെ മുഖമാകെ മുത്തിക്കൊണ്ട് പെണ്ണ് പറഞ്ഞു. എടി എടി അപ്പൂസേ, എനിക്ക് നിന്നെ ബലം പിടിച്ചു വെക്കാൻ പറ്റില്ലാന്ന് അറിഞ്ഞിട്ടല്ലേ ഈ പ്രലോഭനം? ഇതൊക്കെ എൻ്റെ അപ്പൂട്ടനെ കൊണ്ട് ഈ കാശിദേവ് ചെയ്യിക്കും. പക്ഷേ ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അവളെ ഇടം കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് ആ മുഖത്ത് ഒന്ന് ഊതിക്കൊണ്ട് കാശി തിരക്കി. അയ്യേ ഈ കാശിയേട്ടൻ, ചിരിയോടെ പറഞ്ഞിട്ട് അവനിൽ നിന്ന് അടർന്നു മായാൻ പോയവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ കോർത്തെടുത്തു കഴിഞ്ഞിരുന്നു കാശി. അറക്കൽ തറവാടിൻ്റെ വലിയ ഹാൾ. അവിടെ സെറ്റിയിൽ അബൂബക്കർ അലിയും ഭാര്യ ഐഷയും ഇരിപ്പുണ്ട്. മുന്നിലായി തന്നെയുണ്ട് മൂത്ത മകനായ അക്ബർ അലിയും ഭാര്യ സമീറയും. അവർക്ക് 3 ആൺമക്കളാണ്, അവരൊക്കെ വിവാഹിതരുമാണ്. അടുത്തതായി രണ്ടാമത്തെ മകൻ അഷ്റഫ് അലിയും ഭാര്യ ഫാസിലയും, മകൻ ഫായിസും മരുമകൾ അമ്നായും. മൂന്നാമത്തെ മകൻ അമീർ അലിയാണ്, മരണപ്പെട്ടു പോയത്. അടുത്തത് മകൾ അലീഷയും മരുമകൻ ഇസ്മായിലും അവരുടെ മകൻ അമനും ഉണ്ട്. ഇവരുടെ മകളാണ് അമ്ന. ഇത്രയും പേരെ കൂടാതെ അബൂബക്കറിൻ്റെ ഒരു സഹോദരനും സഹോദരിയും അവരുടെയൊക്കെ മക്കളുമുണ്ട്. അതുപോലെ ആയിഷമ്മയുടെ സഹോദരങ്ങളും. എല്ലാവരും കൂടെ ഹാളിൽ നിറഞ്ഞ് ആളിരിപ്പുണ്ട്. ഇതിൽ അബൂബക്കറിൻ്റെയും ആയിഷയുടെയും മക്കളെല്ലാവരും തന്നെ ആ തറവാടിന് ഇടതും വലതുമായി വീടുകൾ വെച്ച് താമസമാണ്. അലീഷയ്ക്കാണ് തറവാട്. ഇപ്പം ഏകദേശം എല്ലാവരും എത്തിയല്ലോ, ഇനിയെങ്കിലും കാര്യം പറഞ്ഞൂടെ പാച്ചു നിനക്ക്? അബൂബക്കർ തന്നെയാണ് ചോദിച്ചത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം അതെന്തായാലും മുഴുവനും കേൾക്കണം, അല്ലാതെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആരും എടുത്തു ചാടി വരരുത്. അമ്നയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഫായിസ് പറഞ്ഞത്. നീ കാര്യം പറയൂ പാച്ചു, ഫായിസിൻ്റെ ഉപ്പ പറഞ്ഞു. അങ്ങ് തിരുവനന്തപുരത്ത് വഴയിലേക്ക് അടുത്ത് ചിത്തിരപ്പുരത്തുള്ള വല്ലശ്ശേരി എന്നൊരു തറവാടും അവിടുത്തെ വൈദേഹിയെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്നവർ ആർക്കൊക്കെ അറിയാം? ഫായിസ് അത് ചോദിക്കുമ്പോൾ അമ്ന മുന്നിലിരിക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആയിഷുമ്മയുടെ മിഴികൾ നിറയുന്നതും അബൂബക്കർ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചതും അവർ ഇരുവരും കണ്ടു. ഇപ്പോൾ ഇതൊക്കെ എന്തിനാ ഈ ചോദിച്ചു വരുന്നേ? അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇവിടെ ഉള്ളവർക്ക് എന്ത് കാര്യം? നിങ്ങളൊക്കെ അല്ലേ നാടും വീടും വിട്ട് അങ്ങ് പോയി കിടക്കുന്നത്. ഇനിയിപ്പോൾ ആ തറവാടെങ്ങാനും വാങ്ങാൻ പോവാണോ പാച്ചുയ്യ്? ഓരോരുത്തരും അവർക്ക് തോന്നും വിധത്തിൽ ഓരോന്ന് ചോദിക്കാന്നുണ്ടെന്ന്. ഞാൻ ആ തറവാട് വാങ്ങാനോ അവരത് കൊടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ആർക്കെങ്കിലും വൈദേഹി എന്ന പേര് കേട്ട ഓർമ്മയുണ്ടോ എന്നേ എനിക്ക് അറിയേണ്ടതുള്ളൂ. ആയിഷുമ്മയുടെയും അബൂബക്കറിനെയും നോക്കിക്കൊണ്ട് വീണ്ടും ഫായിസ് തിരക്കി. നമുക്കറിയാം, ഇപ്പം എന്താ ഈ അതൊക്കെ കേട്ടുവരുന്നേ? അബൂബക്കർ അല്പം ദേഷ്യത്തിലായിരുന്നു ചോദിച്ചത്.
എങ്ങനെ അറിയാം ഉപ്പൂപ്പായ്ക്ക് ആ സ്ത്രീയെ? അമ്ന മെല്ലെയാണ് ചോദിച്ചത്. അമ്മി, എൻ്റെ അമ്മി പറഞ്ഞറിയാം. എൻ്റെ മോൻ്റെ ജീവനായ വൈദുവിനെക്കുറിച്ചാണ് അവസാനമായിട്ട് ഫോണിൽ അവൻ എന്നോട് മിണ്ടിയത്. അവൻ്റെ ഒപ്പം നിൽക്കില്ലേ എന്ന് എന്നോട് ചോദിച്ചു. നീ ഇങ്ങ് വാ എന്ന് ഞാനും പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചിയോട് വലിയൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വന്ന വഴിയാണ് ഓൻ എന്നേക്കുമായി പോയത്. അവനൊപ്പം ആ കാര്യവും പോയി ചേർന്നു. ചുവരിൽ തൂക്കിയ ആ വലിയ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുനീരോടെ, നെഞ്ചു പൊട്ടിയറന്ന വേദനയോടെ പറഞ്ഞത് ആയിഷമ്മയായിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് ആ വൃദ്ധനും ആ ചിത്രത്തിലേക്ക് നോക്കി. അപ്പോൾ വൈദേഹി എന്നൊരാളെക്കുറിച്ചും ആ തറവാടിനെക്കുറിച്ചും വല്യപ്പായ്ക്കും വല്യമ്മയ്ക്കും അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അമ്മിമാവ പോയ ശേഷം ഒന്നുപോയി അവരെ കാണാൻ ശ്രമിച്ചില്ല? അമ്മയുടെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അമീർ അലിയുടെ ഫോട്ടോയിൽ നോക്കി കണ്ണുനീർ വാർത്തിരുന്ന ആ വൃദ്ധ ഒരു ഞെട്ടലോടെ തൻ്റെ കൊച്ചുമകളെ നോക്കി. എന്താ അമ്മോ ഇത്? നീ ഉമ്മയെ ചോദ്യം ചെയ്യാനായോ? നാവിന് നീട്ടമിത്തിരി കൂടുന്നുണ്ട്. അലീഷ ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ തല്ലി. ഉമ്മി എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചത് ന്യായമല്ലേ? അമ്ന കൈ തടവിക്കൊണ്ട് അവരെ നോക്കി. പിന്നെ മക്കൾ എവിടെയെങ്കിലും ചെന്ന് കണ്ട ജാതിക്കാരെ പ്രേമിച്ചിട്ട് വരുമ്പോൾ നമ്മൾ അവരെ അന്വേഷിച്ചു പോകണം എന്ന് പറയാൻ മാത്രം അറക്കൽ തറവാട്ടിലെ അംഗങ്ങൾ അതപ്പതിച്ചു പോയിട്ടില്ല അലീഷ. അത് എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്തേക്ക്. പഠിത്തം കൂടിയതിൻ്റെയൊക്കെ കാണാനുണ്ട്. അബൂബക്കറിൻ്റെ മൂത്ത സഹോദരൻ അമ്നയെ തുറിച്ചു നോക്കി പറഞ്ഞു. ജാതിയും മതവും നോക്കിയാണോ പ്രണയിക്കുന്നത്? ഏത് മതമായാലും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? കുഞ്ഞുമാമ ഒരാളെ പ്രണയിച്ചു. അത് വിവാഹത്തിൽ എത്തും മുമ്പ് ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടമായി. ആ സമയത്ത് മറുപുറത്ത് ആ മനുഷ്യനെ ജീവനെ പോലെ പ്രണയിച്ചവർ ഉണ്ടെന്ന് എന്തേ ആരും ഓർത്തില്ല? ചോദിക്കുമ്പോൾ അമീർ അലിയുടെയും വൈദേഹിയുടെയും പ്രണയത്തിൻ്റെ അംശമായ അർപ്പിത ലക്ഷ്മി എന്ന അപ്പവും അവൾ ആ വലിയ തറവാട്ടിൽ അനുഭവിച്ച വേദനകളുമായിരുന്നു അമ്നയുടെ ഉള്ളിൽ. നമ്മുടെ തറവാട്ടിൽ അത് നടക്കൂല. ഈ പ്രേമവും കണ്ട ജാതിക്കാരുടെയും മതക്കാരുടെയും കയറി നിറങ്ങലും ഒന്നും. അബൂബക്കറിൻ്റെ മൂത്ത ചേട്ടന് അമ്ന പറയുന്നതിന് ഒന്നുമേ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മി പോയെന്നറിഞ്ഞപ്പോൾ തളർന്നു പോയതാണ് അമ്മു ഉമ്മച്ചി. നിനക്കറിയാമല്ലോ, അവൻ പോയി വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഒരു കല്യാണത്തിനോ മരണത്തിനോ പോലും ഉമ്മ പോകാറില്ല. നിന്റെ നിക്കാഹിന് പോലും വന്നില്ലല്ലോ. അറക്കലെ മൂത്ത മകനായ അക്ബർ പറഞ്ഞു. വല്യമ്മച്ചി പോകേണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പോകാമായിരുന്നു. നിറഞ്ഞു നിന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അറിഞ്ഞുകൊണ്ടാണ് അമ്മു ഇവിടുന്ന് ആരും പോകാത്തത്. അന്ന് ആ സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന ഉമ്മി ഒന്ന് ശരിയായി വന്നപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിരുന്നു. പിന്നീട് എപ്പോഴാണ് വൈദേഹി എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് ഉമ്മി ഞങ്ങളോട് പറയുന്നതും ഞങ്ങൾ അവൻ്റെ മുറിയിൽ ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ കണ്ടതുമൊക്കെ. അഷ്റഫ് കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളുടെ ഓർമ്മയിൽ എന്ന പോലെ പറഞ്ഞു. അപ്പോഴെങ്കിലും പോകാമായിരുന്നില്ലേ ഉപ്പാ നിങ്ങൾക്ക്? അവർക്ക് എന്തു പറ്റിയെന്ന് ഒന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? ഫായിസ് അവൻ്റെ ഉപ്പയോട് തിരക്കി. മകൻ്റെ ചോദ്യത്തിന് മുന്നിൽ അയാളുടെ മുഖം കുനിഞ്ഞു. ആ കുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നുവെങ്കിൽ അന്വേഷിച്ചെന്നിട്ട് ഞങ്ങൾ കാരണം അവളുടെ വിവാഹ ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ടാകരുത്. അവൾക്ക് വീണ്ടും വേദനയുണ്ടാകരുത് എന്നേ കരുതിയുള്ളൂ പാച്ചു ഞങ്ങൾ. വിങ്ങിക്കരയുന്ന ഐഷുമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് കുസൃതി ചിരിയോടെ ഇരിക്കുന്ന മകൻ്റെ ചിത്രത്തിലേക്ക് നോക്കി വേദനയോടെ അബൂബക്കർ പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്തിനാ കഴിഞ്ഞുപോയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? അമീർ പോയി ഇപ്പോൾ 19 വർഷം കഴിഞ്ഞു. ആ പെണ്ണ് കല്യാണം കഴിച്ച് കുടുംബവും കുട്ടികളുമായി കഴിയുന്നുണ്ടാവും. എവിടുന്നോ കിട്ടിയ പൊട്ടും പൊടിയും വെച്ച് നീ വക്കീൽ കളിക്കാൻ വന്നതാണോ? ഐഷുമ്മയുടെ സഹോദരൻ അമ്നയ്ക്ക് നേരെ ചാടിത്തുള്ളി വന്നു. അവൾ ഓരോന്ന് കുത്തിപ്പൊക്കി വക്കീൽ കളിക്കാൻ വന്നതാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഉപ്പൂപ്പ അങ്ങോട്ടിരിക്കുക പറഞ്ഞുകൊണ്ട് അയാളെ രൂക്ഷമായി നോക്കി ഫായിസ്. മോനെ പാച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അന്ന് ആ കുട്ടിയെ ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ചിന്തിച്ച് വേദനിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പെൺകുട്ടിയും ഇപ്പോൾ അതൊക്കെ മറന്ന് എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. അതങ്ങനെയാണല്ലോ വേണ്ടതും. ഇപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഈ സഭ കൂടൽ ഒഴിവാക്കാമായിരുന്നു. അതുവരെ മിണ്ടായിരുന്ന ഇസ്മായിൽ അമ്നയോടും ഫായിസിനോടുമായി പറഞ്ഞു. ഒഴിവാക്കാൻ പറ്റില്ല മാമ, ഒരിക്കലും ഈ സംസാരം ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. പറഞ്ഞുകൊണ്ടവൾ ഇരുന്നിടത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് വല്യമ്മയുടെയും വല്യുപ്പയുടെയും അടുത്ത് ചെന്ന് അവർക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവരുടെ കൈകളിൽ പിടിച്ച് ആ മുഖങ്ങളിൽ ഉറ്റുനോക്കി. എന്താ എന്താ അമ്മോ, എല്ലാം കഴിഞ്ഞ് ഇത്രയും വർഷമായില്ലേ? ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട കേട്ടോ. പോയാലും നഷ്ടമായതിന് എനിക്കിനി കിട്ടില്ലല്ലോ. നിറമിഴിയോടെ ഐഷുമ്മ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പോകാതെ പറ്റില്ല വല്യമ്മ, പോകണം. നഷ്ടപ്പെട്ടതിനേക്കാൾ മൂല്യമുള്ള നമ്മൾക്ക് കൂടെ അവകാശപ്പെട്ടൊരു മുതൽ ഈ 19 വർഷവും വല്യശ്ശേരി തറവാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മറ്റൊരു വീട്ടിൽ ഭദ്രമായിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവകാശത്തോടെ ചെന്ന് കാണാമല്ലോ. ഞങ്ങൾക്ക് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാമല്ലോ. പറഞ്ഞു കഴിഞ്ഞ് ആർത്ത് കരഞ്ഞു അമ്ന. കാര്യം അറിഞ്ഞില്ലെങ്കിലും അവൾക്കൊപ്പം കരഞ്ഞു ആയിഷുമ്മയും.
കൂടെ ഇരുന്ന സ്ത്രീകളുടെ കണ്ണുകളും ഒരു മാത്രം നിറഞ്ഞു. ആരെ പറ്റിയാണ് അമ്മോ നീ ഈ പറയുന്നത്? ആരെ ചേർത്ത് പിടിക്കണം എന്നാണ്? വൈദേഹിയാണോ? ആ കുട്ടി ഇതുവരെയും വേറെ വിവാഹം കഴിച്ചില്ലേ? ചോദിച്ചുകൊണ്ട് അബൂബക്കർ സങ്കടത്തിൽ അവളെ നോക്കി. ആയിഷമ്മയുടെയും കണ്ണുകൾ നിറച്ചു. അവളുടെ വാക്കുകൾക്ക് കാതോർത്തു. അല്ല, വൈദേഹിയല്ല, അമ്ന മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പിന്നെ ആരാണെന്ന് തുറന്നു പറയേ അമ്മു. മറ്റുള്ളവർ ടെൻഷൻ അടുപ്പിക്കാതെ, അലീഷ ദേഷ്യത്തിൽ പറഞ്ഞു. ഈ അറക്കത്തറവാട്ടിൽ എന്ന പോലെ, ഇക്കുവിനെ പോലെ, ഇവിടുത്തെ മറ്റേതൊരു കുട്ടിയെയും പോലെ, രാജകുമാരിയെ പോലെ കഴിയേണ്ട ഒരുവൾ. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും അടിയും പിച്ചും ശാപവാക്കുകളും കേട്ട്, എല്ലാത്തിനും ഉപരി അച്ഛൻ ആരാണെന്ന് അറിയാത്തവൾ, തന്തയില്ലാത്തവൾ എന്നൊക്കെ വിളി കേട്ട് അനാഥത്വം എന്താണെന്ന് ശരിക്കും അറിഞ്ഞ് ജീവിച്ച ഒരുവൾ ഉണ്ട് വല്യമ്മേ. ആരാണമ്മോ അതോ? ആയിഷുമ്മയും അബൂബക്കറും ഒരുപോലെ തിരക്കി. ചുവരിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രത്തിലേക്ക് അനുവാദത്തിനെന്ന പോലെ നോക്കി അമ്ന. ഒന്ന് പറയമ്മോ. എന്തൊക്കെയോ സംശയത്തിൽ ആയിഷുമ്മ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ചോദിച്ചു. അറക്കൽ തറവാട്ടിലെ അമീർ അലിയുടെയും വല്ലിശ്ശേരി തറവാട്ടിലെ വൈദേഹിയുടെയും മകൾ അർപ്പിത ലക്ഷ്മി എന്ന അപ്പു. പറഞ്ഞിട്ട് നിലത്തേക്ക് പടിഞ്ഞിരുന്ന് അവരുടെ മടിയിൽ മുഖം ചായച്ചു കിടന്നു അമ്ന. എൻ്റെ പടച്ചോനെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എൻ്റെ തമ്പുരാനെ. നെഞ്ചിൽ തല്ലി വിലപിച്ചുകൊണ്ട് ആയിഷുമ്മ ചുവരിലെ ചിത്രത്തിലേക്ക് നോക്കി. ആ ചിത്രത്തിലെ ചിരിക്ക് എന്നത്തേതിലും അഴക് കൂടിയത് അവർ അടഞ്ഞുപോകുന്ന കണ്ണുകളാണെങ്കിലും വ്യക്തമായി കണ്ടു. നിനക്കിപ്പോ ഇതിങ്ങനെ പറഞ്ഞ് എൻ്റെ ഉമ്മയെ വേദനിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു അമ്മോ? ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ പോയി കാണില്ലായിരുന്നു ആ കുട്ടിയെ. എന്നിട്ട് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോ കുടുംബക്കാർക്ക് മുഴുവൻ കെറുവായില്ലേ നിന്നോട്? ആയിഷുമ്മ പ്രഷർ കൂടി കുഴഞ്ഞു വീണതും ബന്ധുക്കളൊക്കെ പുറത്തുകൊണ്ട് പോയതുമൊക്കെ കണ്ട് അലീഷ മകളെ നോക്കി പൊട്ടിത്തെറിച്ചു. ഉമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? വല്യുമ്മയ്ക്ക് ഇത് ആദ്യമായിട്ടാണോ പ്രഷർ കൂടുന്നത്? അമ്നയ്ക്ക് ദേഷ്യം വന്നു. നീ കൊച്ചിനോട് ദേഷ്യം കാണിക്കേണ്ട മോളെ. എനിക്ക് എൻ്റെ അമ്മയുടെ പെണ്ണിനെയും കുഞ്ഞിനെയും കുറിച്ച് എല്ലാം അറിയണം. തൻ്റെ ചുറ്റും വേവലാതിയോടെ ഇരിക്കുന്ന പാതിയെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ മാറി മാറി നോക്കിയിട്ട് ആയിഷുമ്മ പറഞ്ഞു. ഇപ്പോൾ ഇനി വിഷമം തോന്നുന്ന ഒന്നും പറയുകയും കേൾക്കുകയും വേണ്ട വല്യുമ്മി. റെസ്റ്റ് എടുക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. കാര്യങ്ങൾ അറിയാനുള്ള അവരുടെ ആകാംക്ഷ കാണെ വൈദേഹി മാനസികമായി തകർന്നാണ് അപ്പുവിന് ജന്മം കൊടുത്തത് എന്നും അവളുടെ മുഖമൊന്ന് കാണുക പോലും ചെയ്യാതെ അമ്മിമാമനൊപ്പം പോയെന്നും അവരെ അറിയിക്കാനാവാതെ അമ്ന പറഞ്ഞു. ഇല്ല, എനിക്കെല്ലാം അറിയണം. അങ്ങനെ ഒരു കുട്ടി എൻ്റെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അവളെ കൈപിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അതിന് ആരെതിർത്താലും. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അതിലേറെ വാശിയോടുകൂടി ഐഷുമ്മ പറഞ്ഞു. അവരുടെ വാശി അറിയുന്നത് കൊണ്ട് തന്നെ അമ്ന മുഖമുയർത്തി ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കി. ഇനിയിപ്പോൾ ഞങ്ങളെ നോക്കിയിട്ട് എന്തിനാ? ഉമ്മ ചോദിക്കുമല്ലേ, നീ പറഞ്ഞോ. പറയാതെ ഉമ്മ നിന്നെ വിടൂല. രംഗമൊന്ന് ശാന്തമാക്കാൻ എന്ന പോലെ ചിരിയോടെ അഷ്റഫ് പറഞ്ഞു. അമ്ന ഒരു നിമിഷം കണ്ണുകളടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു, സ്വയം ഒന്ന് തയ്യാറാവാൻ എന്ന പോലെ. പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി. വൈദേഹി പഠനോപേക്ഷിച്ചു തറവാട്ടിൽ തിരികെ എത്തിയതും പിന്നീട് മനോനില തകർന്ന അവസ്ഥയിൽ മാസം തികയാതെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതും അതിൻ്റെ മുഖമൊന്ന് കാണുക പോലും ചെയ്യാതെ തൻ്റെ പെറ്റമ്മയെ കൈപിടിച്ച് ആ കുഞ്ഞിനെ തൊടുവിച്ചുകൊണ്ട് ഈ ലോകം വിട്ട് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അരികിൽ ചെന്ന് ചേർന്നതും അവിടെ മുതൽ ആ കുഞ്ഞ് കേൾക്കേണ്ടി വന്ന അനുഭവിക്കേണ്ടി വന്ന യാതനകളും വേദനകളും, അത് കഴിഞ്ഞ് കാശിയുമായിട്ടുള്ള വിവാഹവും അത് നടക്കാൻ ഇടയായ സാഹചര്യവും ഇപ്പോൾ കാശിക്ക് ആക്സിഡന്റ് പറ്റിയതും അന്ന് അപ്പു കാണിച്ചു കൂട്ടിയതുമൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് വിങ്ങിപ്പൊട്ടിപ്പോയി അമ്ന. കേട്ടുനിന്ന ആണും പെണ്ണുമൊക്കെ നിറഞ്ഞുപോയ കണ്ണുകൾ തുടച്ചു. നമ്മുടെ മോൻ്റെ ജീവനെ നമുക്ക് വേണം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കറിന്റെ തോളിൽ ചാഞ്ഞു ഐഷുമ്മ. നമുക്ക് പോവാം, അയാൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വല്ലുമ്മയ്ക്ക് കാണണോ അപ്പുവിനെ? ബെഡിൽ കാല് നീട്ടി ഡ്രസ്സിൽ ചാരി കണ്ണുകൾ മുറുകെ അടച്ചിരുന്നവരുടെ മടിയിലിരുന്ന ആമയുടെയും വൈദേഹിയുടെയും ഫോട്ടോ എടുത്തു നോക്കി അവരുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് അമ്ന ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ കണ്ണുകൾ തുറക്കാതെ തന്നെ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു ഐഷുമ്മ. എന്നെ പോലെയാണ് എന്ന് വച്ചാൽ എൻ്റെ വല്യമ്മയെ പോലെയാണ് അവളെയും കാണാൻ. അവളുടെ തോളൊപ്പമുള്ള പട്ടുപോലെ മിനുസമാർന്ന തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്ന ആ കൈ ഒരു മാത്രം നിശ്ചലമായി. സത്യം, വല്യമ്മ അവളെ കാണുമ്പോൾ ഞെട്ടും. അവരുടെ വയറിൽ മുഖം പൂഴ്ത്തി കിടന്ന് അവൾ പറഞ്ഞു. തലമുടി മാത്രം കനത്ത് അരയും കവിഞ്ഞു ഇങ്ങനെ പടർന്നു കിടക്കും. അതവളുടെ അമ്മയ്ക്കും അങ്ങനെയാണെന്നാണ് അച്ചു പറഞ്ഞത്. നിറയെ തലമുടിയുള്ള പെണ്ണിനെ കേട്ടു എന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. അവർ ആ പഴയ ഓർമ്മയിൽ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. ഒരു കള്ളനോട്ടമുണ്ട് വല്യമ്മ പെണ്ണിന്. കുറുമ്പോടെ കണ്ണുകൾ മാത്രം ഉയർത്തി കുട്ടിത്തം നിറഞ്ഞൊരു നോട്ടം. അത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. വാത്സല്യം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു അമ്ന. എനിക്ക് ആ മോളെ ഒന്ന് കാണാൻ പറ്റുമോ അമ്മോ? എൻ്റെ കണ്ണടയും മുമ്പ് ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്.
എൻ്റെ ആമിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പറയാമല്ലോ അവൻ്റെ മോളെ ഞാൻ കണ്ണു നിറച്ച് കണ്ടുവെന്ന്. അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അവളെ ചേർത്ത് പിടിച്ചുവെന്ന്. ഒഴുകിയിറങ്ങിയ കണ്ണുകൾ തലയിലൂടെ ചുറ്റിയിട്ടിരുന്ന സാരി തുമ്പുകൊണ്ട് ഉപ്പിക്കൊണ്ട് അവർ തിരക്കി. അപ്പുവിനെ കാണാൻ വരാം, ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാം. വല്യമ്മച്ചി അല്ലാതെ ഫോട്ടോയിലൊന്നും കാണിച്ചു തരില്ല. അവരുടെ സംസാരം കേട്ട് അകത്തേക്ക് കയറി വന്ന ഫായിസ് അവർക്കരികിലേക്ക് ഇരുന്ന് അവരുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ വരും, ആരെതിർത്താലും ഞാൻ വരും. എനിക്ക് ആ മോളെ കാണണം. നാളെയോ മറ്റന്നാളോ പോവാൻ നമുക്ക്, അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പുമോളുടെ ഭർത്താവ് നല്ല ആളാണോ പാച്ചു? നിങ്ങൾ കണ്ടോ? എന്താ ജോലി ആ പയ്യന്? മുറിക്കുള്ളിൽ കയറി വന്ന അബൂബക്കർ നേർമയിൽ ഫായിസിനോട് ചോദിച്ചു. അയാൾ ബാങ്കിലാണ് ഉപ്പുപ്പ ജോലി ചെയ്യുന്നത്. അതുമല്ല, അപ്പുവിൻ്റെ മൂത്ത അമ്മാവൻ്റെ മകനാണ് അയാൾ. പുള്ളിക്ക് അമ്മയില്ല. അച്ഛൻ 2ാം വിവാഹം ചെയ്തു. അതിലൊരു സഹോദരനൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം അപ്പുവിനെ പോലെ തന്നെ ഒറ്റപ്പെട്ടതായിരുന്നു അയാളുടെ ജീവിതം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പുവിൻ്റെ കല്യാണം കാശിയുമായിട്ട് നടന്നത് എങ്ങനെയാണെന്ന്. പക്ഷേ ഒരു കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പുവിന് വിവാഹം വരെ കിട്ടാത്ത സ്നേഹവും കരുതലും ആവോളം അയാളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞില്ലേ പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ റെസ്റ്റ് ആയതിനാൽ വീട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് പോയി കാണാം. എന്നെക്കാളും 2 വയസ്സോളം മൂത്തതാണ്. എന്നോട് ചേട്ടൻ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആള്. ഫായിസ് ചമ്മിയ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അതിയായ സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടുകൊണ്ട് ഐഷുമ്മ അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു. ഐഷു, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് പോകാം, കുഞ്ഞിനെ കാണാം. നീ കരഞ്ഞു കരഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കരുത്, അബൂബക്കർ ശാസനയോടെ പറഞ്ഞു. അമ്മി പോയപ്പോൾ ആ ദുഃഖം നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതി തെറ്റായിപ്പോയില്ലേ? ഒന്ന് ചെന്ന് ആ പെൺകുട്ടിയെ കണ്ടിരുന്നുവെങ്കിൽ, കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ അവളിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മുഖം പൊത്തിയിരുന്ന് അവർ വിങ്ങിപ്പൊട്ടി. അത് വല്യമ്മയുടെ തോന്നൽ മാത്രമാണ്. കാശിക്ക് ആക്സിഡന്റ് പറ്റി എന്നറിഞ്ഞപ്പോൾ, അവനെന്തോ സംഭവിച്ചു എന്ന് തോന്നിയപ്പോൾ അപ്പു കൂടെ പോകാൻ തുടങ്ങിയില്ലേ? അതുപോലെ തന്നെയാവും അവളുടെ അമ്മയും അപ്പു ഉള്ളിലുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് അവർ അവളെ ഈ ലോകത്ത് എത്തിക്കും വരെ ജീവനോടെ ഇരുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ അമ്മിക്കൊച്ച പോയെന്ന് അറിഞ്ഞ നിമിഷം അവരും പോയേനെ. അതുകൊണ്ട് ഈ സങ്കടം തോന്നുന്ന ചിന്തകളൊക്കെ കളഞ്ഞ് ഹാപ്പിയായിട്ട് അപ്പുവിനെ കാണാൻ പോകുന്ന കാര്യം ചിന്തിച്ചിരുന്നേ അറക്കൽ ഐഷുമ്മ, അവരുടെ കവിളിലൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് ഫായിസ് പറഞ്ഞു.